ഇപ്പൊ വയസ്സ് എത്രയായി? 74 വയസ്സ്. നമുക്കൊന്നും പറയാനില്ല. അല്ലല്ല, ഇപ്പോഴും ഇത് കയറണം, ഇനിയൊന്നും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കയറണം എന്ന് വെച്ചിങ്ങായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല സ്പൈക്കൊന്നും. അവിടെ പേര് സുരേഷ്, പന്തീരങ്കാവില്. ഇപ്പൊ എത്ര കൊല്ലായി ഫീൽഡില്? 35 കൊല്ലത്തിലും മേലെയായി. ഇപ്പൊ വയസ്സ് എത്രയായി? 74 വയസ്സ്. ഇപ്പോഴും കയറുന്നുണ്ട്. നമുക്കൊന്നും പറയാനില്ല. അല്ലല്ല, ഇപ്പോഴും ഇത് കയറണം, ഇനിയൊന്നും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കയറണം എന്ന് വെച്ചിങ്ങായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല സ്പൈക്കൊന്നും. ചെറുതായിട്ട് വെക്ക്. ആ, ചവിട്ടി കൊടുക്കാം കാല്. ആ, അത്രയും മതി. അതെ, ചെറിയ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊന്താൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. കുഞ്ഞി സ്റ്റെപ്പ് വെച്ചിട്ടേ. ആ, അധികം പൊക്കണ്ട, ചെറുതാക്ക്. അറിയിക്കാം. ഇത്ര ഹൈറ്റിലേക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എടുക്കൂലേ? അതേമാതിരിയാണ് ഇതാകുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ കയറാൻ പറ്റും. സാധാരണത്തിനേക്കാൾ വേഗം. അതായത് ഇത് വലിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും, നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയ സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് അതിനേക്കാൾ സ്പീഡായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇത് പിന്നെ പരിചയം അല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. 2 ദിവസം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളതാണ്. നാളെ എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാലേ നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ 8 തെങ്ങുണ്ട്. ആ 8 തെങ്ങും ഞാൻ കൈകാര്യം ചെയ്യും. അല്ല, അതന്നെ നമുക്കിപ്പോ ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടല്ലോ, അത് ചെയ്യണം. എന്തായാലും സേഫ്റ്റി ആയിട്ട് തന്നെ പണിയെടുക്കാം, അതിന് നോക്കാം. അതിനു വേണ്ടിട്ട് തന്നെയാണ്. ഇതാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ ഇടാം. അതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ഫ്രീ ആയിട്ട് കിടന്നോളൂ. വരുന്ന അരക്കാര ഇതാണ്, പുറത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് ഇതിൽ നിന്ന് ഇടാം. അത് ലോക്കാക്കൂലേ? ആ, ഇപ്പൊ നമ്മൾ വേണ്ടിയില്ല, മരത്തിൽ ചുറ്റിയിടാം. അത് അഡ്ജസ്റ്റ് ചെയ്യണാണ്. ഇതിപ്പോ ഇങ്ങനെ നിന്ന് നമ്മവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിനെ പിടിച്ച് നമ്മൊന്ന് വലിച്ചാ അത് വെറുതെ വലിച്ചാൽ വരില്ല, ഇവിടെ ഒരു ആക്ഷൻ കൊടുത്ത് അങ്ങോട്ടാക്കും. ഇതിപ്പോ അവിടെ നിന്ന് നമുക്ക് ഇതിനെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രമേ, നമ്മളെ വെയിറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കുറച്ചാൽ മാത്രമേ ഇതിനെ ഞെക്കാൻ പറ്റുള്ളൂ. വിട്ടാൽ നമുക്കിപ്പോൾ മരത്തുമ്മ കയറുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരു കൊമ്പ് വന്നാൽ അതിലേക്ക് കയറി പോകണം, അതിന്റെ മുകളിലേക്ക് കയറി. ഇപ്പോൾ ഈ കൊമ്പ് അവിടെ നിൽക്കണം, ഇത് മുറിക്കാതെ നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോപ്പ്. ഇതിൽ തന്നെ ഇടാം. അതങ്ങനെ ലൂസാക്കിയിട്ട് മുകളിലേക്ക് ഇത് അങ്ങോട്ട് ഇടാം. ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അവിടെ ലോക്കായി. പിന്നെ ഇതിനെ ലൂസായില്ലേ, ഇത് നമ്മൾ അഴിച്ചു വിട്ടാൽ അവിടെ നമ്മുടെ മുകളിൽ കയറി പോവാം. കോയമ്പത്തൂർ പോയിരുന്നു ചെയിൻ ബ്ലോക്ക് വാങ്ങാൻ വേണ്ടി. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് കോട്ടുമല കാര്യമൊക്കാൻ പറ്റുന്നില്ല. 200 രൂപ എടുത്തൊന്നും ആയി. അപ്പൊ അതിന് ചെരുപ്പിടൂല. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നാണ്. ഇപ്പൊ ചെരുപ്പ് മേടിച്ചൊരു കഥ പറഞ്ഞാണ് ഇപ്പൊ ഈ കാട്ടെ. കോയമ്പത്തൂർ പോയപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ചൂടുണ്ട്. അപ്പൊ 200 രൂപ എടുത്ത് ചെരുപ്പ് മേടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട്. പേര് സുരേഷ് എന്നല്ലേ? ആയിക്കോട്ടെ, എന്തായാലും സന്തോഷം. അപ്പൊ ഇത്രയും വയസ്സില്, അതായത് 74 വയസ്സായി. ഈ സമയത്ത് നമ്മൾ ഈ മരം മുറി, ഈ പണിനോട് സ്നേഹിച്ചിട്ട്, ഈ പണിനെ ഇത്രയും സ്നേഹിച്ചിട്ട് ഇപ്പൊ സേഫ്റ്റി ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ് കോഴിക്കോട് നിന്ന്. അവിടെ നിന്ന് ഇപ്പൊ കാലത്ത് വണ്ടി കയറി തൃശ്ശൂർ വന്നിറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ്. എന്തായാലും ഇങ്ങനെ കാണാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷം. മുഖാമുഖം ജീവനോടെ കാണാൻ ഏറ്റവും വലിയ സന്തോഷം. ആയിക്കോട്ടെ, എന്തായാലും കാണാനുള്ള ഇതുണ്ടാവട്ടെ. ഓ, കാണാം. വഴിക്ക് വരുന്നൊക്കെ ആണെങ്കിൽ വിളിക്കാം. ശരി, എന്തായാലും ഒരുപാട് സന്തോഷം. സൽമ ഒന്ന് വിട്ടു കൊടുക്കടാ. വേണ്ട, ഞാൻ നടന്നു പോകും. ഇവിടുന്ന് ഗുരുവായൂർ വണ്ടി കിട്ടൂലേ? വണ്ടി കിട്ടും. മോൻ അവിടെ ഇരുന്നോ, ഞാൻ നടന്നു പോകാനിറങ്ങണം. അങ്ങോട്ട് ഇറക്കി കിട്ടാം. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല അല്ലേ? സ്മൂത്തിന് കൈ ഞാൻ ഇതാവാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. തഴമ്പില്ല, വെറുതെ പറഞ്ഞാണ് പണിയെടുക്കേണ്ടത്. പോയതിന് 3 മാസമായിട്ട് റെസ്റ്റ് ആയിരുന്നു. എന്ത് പറ്റിയ? സ്ട്രോക്ക് വന്നിട്ട് അതാണ് വയ്യാണ്ടായിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി തന്നെ. താഴമ്പൊക്കെ പോയി. കാലുമ്പലും താഴമ്പും കാണില്ല, ഇങ്ങനെ കയറുന്ന തളപ്പിട്ട് കയറുന്നതാണ്. മറ്റേ JCBയുടെ ബെൽറ്റാ, മറ്റേ ഇതിന്റെ വലിയ വെബിങ് ബെൽറ്റ് ഇട്ടിട്ട് തളപ്പ് കെട്ടിയിട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ താഴമ്പ് കാര്യമായിട്ട് കാണൂല. അത് പറഞ്ഞ